പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് വളരെ വലിയൊരു വിഷയവുമായിട്ടാണ്. 2 മാസം കൊണ്ട് എൻ്റെ വായുടെ വലത് ഭാഗത്തായിട്ട് ഒരു ഞരമ്പിൻ്റെ പ്രശ്നം, സ്ട്രെയിറ്റായിട്ട് പോകേണ്ടതായ ഒരു ഞരമ്പ് ക്രോസായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ വെള്ളം കുടിക്കാനോ മുഖം തുടയ്ക്കാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയിൽ 2 മാസമായി ചോറൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഇപ്പോൾ സംസാരിക്കുമ്പോഴും കഠിനമായ വേദനയാണ്. എങ്കിലും ഇത് നിങ്ങളെ ഇന്ന് അറിയിച്ചില്ല എങ്കിൽ ദൈവം ഏൽപ്പിച്ചത് ഞാൻ ചെയ്യാതെ കടന്നു പോകുന്നൊരവസ്ഥയായിപ്പോവും. 2 മാസത്തോളമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്, കാരണം സംസാരിക്കാൻ വായ തുറന്ന് ഒരു വാക്കുപോലും പറയാൻ എനിക്ക് പറ്റത്തില്ല. ഇന്നലെ രാത്രികാലം ഞാൻ കിടന്നുറങ്ങിയത് നിലത്താണ്. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ. മരണത്തിന് ശേഷം മനുഷ്യന് ഓർക്കാൻ കഴിയുമോ? മരിച്ചുപോയ ഒരു വ്യക്തിക്ക്, ആ വ്യക്തിയുടെ ആത്മാവിന് ഭൂമിയിലായിരുന്ന ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ ചെയ്തു പോയ പാപങ്ങളെ ഓർത്തു ആ മനുഷ്യന് ഓർക്കാൻ കഴിയുമോ എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. നിശ്ചയമായും മരിച്ച് നരകത്തിൽ പോയ ഒരു വ്യക്തിക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ല ഓർമ്മ ഉണ്ടാകും. ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാവരെയും കുറിച്ച് അവർക്ക് ചിന്തയുണ്ടാകും. ചെയ്തു പോയ പാപങ്ങളെ ഓർക്കും. അവൻ കരയും, നിരാശപ്പെടും. സ്തോത്രം. ഇന്നലെ രാത്രികാലം ഞാനൊരു സ്വപ്നം കണ്ടു. യൗവനക്കാരനൊരു മകൻ മരിച്ചുപോയി. ആ മാതാവും സഹോദരങ്ങളും ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവൻ നരകത്തിൽ കിടന്ന് നിലവിളിക്കുകയാണ്. സഹോദരി ചെന്ന് എൻ്റെ ഭവനക്കാരോട് പറയുക, അവർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ പറയുക എന്ന് തീപ്പൊയ്കയിൽ കിടന്ന് നിലവിളിക്കുന്നു. അതുപോലെ മറ്റൊരു സഹോദരി എൻ്റെ കൂടെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചു, വിവാഹം കഴിഞ്ഞു, കുഞ്ഞൊക്കെയായി, കിഡ്നിയൊക്കെ ഫെയിലായി മരിച്ചുപോയ ഒരു സഹോദരി, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സഹോദരി എൻ്റെ മറ്റൊരു കൂട്ടുകാരിയുടെ ഭവനത്തിൽ വന്നിട്ട് പറയുകയാണ്, എനിക്ക് ബിന്ദു സഹോദരിയെ കാണാൻ കൊതിയാവുന്നു. അത് പറഞ്ഞ് അപ്പോൾ ഈ കൂട്ടുകാരി അനിത എന്ന് പറയുന്ന ഈ സഹോദരി പറഞ്ഞു, ഇവിടെ ബിന്ദു സഹോദരി ഇവിടെ വന്നിട്ടുണ്ട്, ബിന്ദുസി വന്നിട്ടുണ്ട് എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്, ബിന്ദുസി. ആ ബിന്ദുസി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ സഹോദരി പറയണം, മരിച്ചുപോയ സഹോദരി, എനിക്ക് ബിന്ദുവിനെ കാണാൻ അങ്ങ് കൊതിയാവുന്നു, പക്ഷേ ഞാൻ ഒരുങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, മുറിക്കകത്ത് നിന്ന് കൂട്ടുകാരിയല്ലേ ഒളിച്ച് നിന്ന് ജനലിൽ കൂടെ നോക്കുമ്പോൾ അവൾ പൗഡറൊക്കെ ഇട്ട് ഒരുങ്ങുന്നു. ആ കണ്ടത് ഭൗതികമായിട്ടുള്ള ഒരു ഒരുക്കമാണ്, പക്ഷേ ആത്മീയമായിട്ട് ഒരുങ്ങുന്നതിനെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അങ്ങനെ എന്നാൽ 2 വ്യക്തികളെ കാണുവാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് ദൈവം കാണിച്ചു തന്നത്? കാരണം കർത്താവിൻ്റെ വരവ് അത്രത്തോളം വാതിൽക്കലെത്തി, ഇനി സമയമില്ല. അതുകൊണ്ട് ദൈവം വരാൻ പോകുന്ന കാര്യങ്ങളെയും ഓരോ മനുഷ്യൻ്റെ അവസ്ഥകളെയും നമുക്ക് ദർശനത്തിലും സ്വപ്നത്തിലും ദൈവം കാണിച്ചു തരുമ്പോൾ നമ്മുടെ വേദനയൊക്കെ സഹിച്ച് അതെല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കണം. അപ്പോൾ മരിച്ചു നരകത്തിൽ പോയൊരു വ്യക്തിക്ക് ഈ ഭൂമിയിലായിരിക്കുന്ന സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ചെയ്ത പാപത്തെയും ഓർക്കുവാൻ കഴിയുമോ? ബൈബിൾ വ്യക്തമായി പറയുന്നു, ഓർക്കുവാൻ കഴിയും. അതിന് ഒരു ഉദാഹരണം ഞാൻ ബൈബിൾ ഒന്ന് വായിക്കാം. ശക്തമായിട്ടുള്ള മഴയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാന് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിലേക്ക് യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിൻ്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ
ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലയക്കണമേ, ഞാൻ അപേക്ഷിക്കുന്നു എന്ന് എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ല അബ്രഹാം പിതാവേ, മരിച്ചവരെന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരെന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാൽ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മരിച്ച് യാതനാസ്ഥലത്തായിരിക്കുന്നവർ ഭൂമിയിൽ ചെയ്ത പാപങ്ങളെ ഓർക്കും, കുടുംബത്തെ ഓർക്കും. എന്നാൽ ഓർക്കാത്ത ഒരു കൂട്ടരുണ്ട്. ആരെന്നറിയാമോ? നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ നോക്കാം. മരിച്ച് നിത്യതയിൽ സ്വർഗരാജ്യത്തിലായിരിക്കുന്ന മനുഷ്യന് പിന്നീട് ഭൂമിയെക്കുറിച്ചോ ജീവിത പങ്കാളിയെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുമോ ഇല്ലയോ? വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടവും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതിയതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യമാവുന്നു എന്ന് അവൻ കൽപ്പിച്ചു. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗരാജ്യത്ത് കഷ്ടതയില്ല, കണ്ണുനീരില്ല, രോഗമില്ല, ദുഃഖമില്ല, വിലാപമില്ല. കുടുംബത്തെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല, വേദനിക്കുന്നില്ല, ഭാരപ്പെടുന്നില്ല. ഈ ഭൂമിയിൽ ദൈവം കൊടുത്തതായ കൃപകളെക്കുറിച്ച്, ദൈവം കൊടുത്ത നന്മകളെക്കുറിച്ച്, ദൈവം അവനെ രക്ഷിച്ചതോർത്ത് നിത്യരാജ്യത്തിൽ ഓഹരിക്കാനാക്കിയത് മാത്രമേ ഓർക്കൂ. അവിടെ പിന്നെ പല്ലുകടിയില്ല, കണ്ണുനീരില്ല, കഷ്ടതയില്ല, രോഗമില്ല. ഈ ഭൂമിയിലായിരിക്കുന്ന ഇനിയും മാനസാന്തരപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത ജനം ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഭൂമിയിൽ നിങ്ങൾക്ക് ഇന്ന് ജീവനോടെ ഇന്ന് നിങ്ങളായിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. പലരും പറയും, കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വരുന്നില്ല? എന്നെ കേൾക്കുന്ന ചിലരും കൂടെ എന്നെ രക്ഷിക്കപ്പെടുവാനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വരാൻ താമസിക്കുന്നത്. എന്നാൽ ഇനി അധികം താമസിക്കുകയില്ല എന്നത് സത്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് മരിച്ച് യാതനാ സ്ഥലത്ത് പോകാതെ സ്വർഗരാജ്യത്തിൽ പരദീസയിൽ കടന്നു പോകണമെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ തന്നിരിക്കുന്ന ഈ ഒരു നല്ല അവസരത്തെ പാഴാക്കാതെ നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ അറിയുക. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നിങ്ങൾ ജീവിക്കുക. പരിശുദ്ധാത്മാവ് അതിനായി രക്ഷിക്കപ്പെടാത്ത മക്കളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.